മലപ്പുറം നിലമ്പൂരിൽ 7 വർഷമായിട്ടും പ്രളയ ദുരിതാശ്വാസം കിട്ടാതെ ദുരിതത്തിൽ കഴിയുകയാണ് ഒരു 82കാരി. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശത്ത് വർഷങ്ങളായി ഒറ്റയ്ക്ക് കഴിയുന്ന കുടുംബം അധികാരികൾ കനിയുമെന്ന പ്രതീക്ഷയിലാണ്. ഈ കാണുന്ന വീടും പുരയിടവുമാണ് 82കാരിയായ നബീസയ്ക്ക് ആകെയുള്ള സമ്പാദ്യം. ഓടുപൊട്ടി വെള്ളി വെളിച്ചം അകത്തേക്കിറങ്ങുന്ന മൺകട്ടകൾ അടുക്കി വെച്ച് പടുത്തുയർത്തിയ സദാ തുറന്നിട്ട ജാലകങ്ങളുള്ള നബീസയുടെ സമ്പാദ്യം. ഒരു മഴ പെയ്താൽ ഏതു നിമിഷവും ഇടിഞ്ഞുപൊളിഞ്ഞു വീഴുമെന്ന അവസ്ഥയിലാണ് ഈ വീടുള്ളത്. ചുമരുകളെല്ലാം പൊട്ടിയടർന്നിട്ട് നാളുകൾ പിന്നിട്ടു. ചെറിയൊരു കാറ്റടിച്ചാൽ പോലും വീട് നിലംപൊത്തുമെന്ന ഭീതിയിലാണ് നബീസയും കുടുംബവും. എപ്പോഴാ കാറ്റും മഴ ഒന്നായിട്ടുണ്ട് വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയൂല്ലോ. പിന്നെ ഇച്ചാണെങ്കിൽ അന്തിക്കും പാരൊക്കെ കൊണ്ട് ഇറങ്ങാനും പോകാനും അതിനും കഴിയൂല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിലാണിപ്പോൾ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി കിട്ടാൻ പിന്നെ വല്ല മാർഗം ഉണ്ടെങ്കിൽ കുറേ സമാധാനം ഉണ്ടായി. എന്നാൽ പിന്നെ ഒന്നുമില്ലെങ്കിൽ മനസ്സെല്ലോടത്ത് എത്തിയാലോ. 2018 നാടാകെ പ്രളയഭീതിയിലായപ്പോൾ പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച 5 കുടുംബങ്ങളിൽ ഉൾപ്പെട്ടവരാണ് നബീസയും മകൾ സുബൈദയും. അന്ന് നബീസയുടെ വീട് ഭാഗികമായി തകർന്നു. പിന്നീട് പ്രളയത്തെ അതിജീവിച്ച നബീസയ്ക്ക് കാത്തിരിപ്പിന്റെ ദിനങ്ങളായിരുന്നു. 7 വർഷം പിന്നിട്ടിട്ടും ഈ കുടുംബങ്ങൾക്ക് ഇതുവരെയും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. ദുരിതബാധിതരുടെ പട്ടികയിൽ ഈ കുടുംബങ്ങൾ ഇല്ലെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ പുതിയ മറുപടി ഇവരെ കൂടുതൽ നിരാശരാക്കുകയാണ്. അന്നത്തെ MLA PK ബഷീർ നൽകിയ ഉറപ്പും പാഴ്വാക്കായി മാറിയെന്ന് ഇവർ പറയുന്നു. ഹൃദ്രോഗിയായ നബീസ വർഷങ്ങളോളമായി മരുന്ന് കഴിക്കുന്നുണ്ട്. മകൾ സുബൈദ കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന വരുമാനമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം. ഈ വരുമാനം ഒരു ദിവസത്തെ മരുന്നിന് പോലും തികയില്ല. റവന്യൂ ജിയോളജി വകുപ്പ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമായി രേഖപ്പെടുത്തിയ ഇവിടെ മറ്റ് മാർഗങ്ങളില്ലാതായതിനാൽ ജീവൻ പണയം വെച്ചാണ് ഈ വയോധികയും മകളും താമസിക്കുന്നത്. വിഷയത്തിൽ അധികൃതർ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.